ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ലോഗ്സ്. കണ്ടോലിം ബീച്ച് ആൻഡ് ബാഗ ബീച്ച്, ഈ രണ്ട് ബീച്ചിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആദ്യമായി നമ്മൾ പോകുന്നത് കണ്ടോലിം ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനായിട്ട് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഗോവൻ കാജു ഹൗസ് എന്ന് പറയുന്ന കടയിലോട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, വലിയ വലിയ പാക്കറ്റിലായിട്ടാണ് അണ്ടിപ്പരിപ്പ് നിലക്കടലൊക്കെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുള്ള ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. കണ്ടോലിം എന്ന് പറയുന്നത് വെറും ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, ചരിത്രപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ്. അതായത് പോർച്ചുഗീസുകാർക്കെതിരെ ആദ്യമായി ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഈ കണ്ടോലിം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പം നമുക്കിനി നേരെ ബീച്ചിലേക്ക് പോകാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അതായത് നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്, വെൽക്കം കണ്ടോലിം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് നോ പാർക്കിംഗ് ആണ് കേട്ടോ. അങ്ങോട്ടേക്ക് കാറൊക്കെ കയറ്റി കഴിഞ്ഞാൽ 1000 രൂപയാണ് ഫൈൻ. അപ്പം നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഒരുവിധം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കാമായിട്ടുള്ളൊരു ബീച്ചാണിത്. ഇപ്പോൾ ഗോവയിൽ സത്യം പറഞ്ഞാൽ ഓഫ് സീസണാണ്. സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് ആണ്. എങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഗോവയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചുകളിൽ ഒന്നാണ് ഈ കണ്ടോലിം ബീച്ച്. അപ്പം നമ്മൾ ഏതായാലും ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൺസെറ്റിൻ്റെ ടൈമൊക്കെ ഏകദേശം ആകാറായിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. വാട്ടർ സ്പോട്ടൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം പകല് ബീച്ചിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ നൈറ്റ് ലൈഫാണ് ഇവിടെ പ്രധാനം ബീച്ചുകളിലാണെങ്കിലും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കഫേയിലൊക്കെ അടിപൊളി ലൈറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ സെറകി ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാരാസെയിലിംഗ് പോലെയുള്ള ഒരുപാട് വാട്ടർ സ്പോർട്സ് ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കണ്ടോലിം ബീച്ചിലെ കാഴ്ചകൾ. അപ്പം നമ്മളിവിടെ വന്നിട്ട് 2 മണിക്കൂർ. ഇനി നമുക്ക് നേരെ ബാഗ ബീച്ചിലേക്ക് പോകണം. സേറയാണെങ്കിലും കുറേ നേരമായിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ വിളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്കിനി ബാഗ ബീച്ചിലേക്ക് പോകാം. ഈ കാണുന്ന ഒരു സ്ട്രീറ്റാണ് ടിറ്റോസ് ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ബാഗ ബീച്ചിലേക്ക് പോകുന്നത്. ടിറ്റോസ് ലെയിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെയുള്ള കടകളൊക്കെ കാണാൻ പറ്റും. അതായത് ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ഡ്രസ്സുകളുടെ ഒക്കെ കടകൾ കാണാമെങ്കിലും കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ നൈറ്റ് ക്ലബ്ബുകൾ, ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, പബ്ബുകൾ ഒക്കെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പറയുകയാണെങ്കിൽ ഗോവയിലെ തന്നെ ഏറ്റവും വലിയൊരു നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷനാണ് ഈ ടിറ്റോസ് ലെയിൻ. ഇവിടെ ഈ 2 വീലറിലൊക്കെ ആളുകൾ വരുന്നത് കൊണ്ട് ഇവിടെ 2 വീലർ റെൻറ്റിന് എടുക്കാൻ പറ്റും. അതായത് ട്രാഫിക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അത് കപ്പിൾസായിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിലും 2 വീലർ റെൻറ്റിന് എടുക്കാം. ഒരു ഡേക്ക് 350 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഓരോ കഫേയിലും DJ സോങ്സ് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര മ്യൂസിക്കും പാട്ടും ബഹളമൊക്കെയാണ്. കണ്ടോ എത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു കഫേയൊക്കെ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുന്ന ആളുകളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓരോ പബ്ബിൻ്റെയും കഫേയുടെയും ഒക്കെ മുന്നിൽ ആളുകൾ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ പബ്ബിലോട്ടൊന്നും പോയില്ല, നേരെ ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബീച്ചിൻ്റെ ഒരു എൻട്രൻസ്. ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലേ. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ അവിടുന്ന് DJ സോങ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കേൾക്കാം. ആളുകളൊക്കെ ഭയങ്കര ഡാൻസൊക്കെയാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഗോവയിൽ ഒരുപാട് ബീച്ചുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ബാഗ ബീച്ച് തന്നെയാണ്. ഇവിടെയുള്ള ഓരോ റെസ്റ്റോറൻറ്റും ഇതുപോലെ ലൈറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ DJ സോങ്, ഡാൻസ്, പാട്ട് എന്ന് വേണ്ട അടിപൊളി വൈബാണ് ഇവിടെ. അപ്പോൾ ബാഗ ബീച്ചിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ റൊട്ടിയും ബട്ടർ ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ റെസ്റ്റ് എടുക്കണം, നന്നായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ പോകാനുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.